വിശദമായി നോക്കാം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ അറസ്റ്റിൽ. സെക്രട്ടേറിയറ്റ് മാർച്ചിലെ അക്രമങ്ങളുമായി ബന്ധപ്പെട്ടാണ് നടപടി. അടൂരിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. ഡാൻ കുര്യൻ, ശശിനാരായണൻ എന്നിവർ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ആദ്യം ഡാനിലേക്ക് പോവുകയാണ്. ഡാൻ, എന്തായാലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് അറസ്റ്റിലായിരിക്കുന്നത്. സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് എന്താണ് സാഹചര്യം? ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? രജനി, നവകേരള സദസ്സിനിടെ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരായ പോലീസ് നടപടിയിലും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ മർദ്ദനത്തിലും പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞയാഴ്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത്. ആ സെക്രട്ടേറിയറ്റ് മാർച്ചാണ് അക്രമാസക്തമായത്. അതിൽ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ഒന്നാം പ്രതിയാക്കിക്കൊണ്ടായിരുന്നു കന്റോൺമെന്റ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. വി.ഡി. സതീശന് പുറമെ എം.എൽ.എമാരായ ഷാഫി പറമ്പിൽ, എം. വിൻസെന്റ് എന്നിവരും രാഹുൽ മാങ്കൂട്ടത്തലിന് ഒപ്പം ഈ കേസിൽ പ്രതികളാണ്. അതിനിടയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട പോലീസിന്റെ നടപടി കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംഘർഷവുമായി ബന്ധപ്പെട്ട നേരത്തെ 20 പേർ അറസ്റ്റിലാവുകയും കണ്ടാൽ അറിയാവുന്ന 300 ആളുകളുടെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനിടയിൽ ഈ പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു 3 കേസുകൾ കന്റോൺമെന്റ് പോലീസ് രജിസ്റ്റർ ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തലിനെ പത്തനംതിട്ടയിലെ അടൂരിലെ മാങ്കൂട്ടത്തലിന്റെ വസതിയിൽ നിന്ന് കന്റോൺമെന്റ് പോലീസ് ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 10:30 കന്റോൺമെന്റ് സ്റ്റേഷനിലേക്ക് വിശദമായ ചോദ്യം ചെയ്യലിനും മറ്റുമായി എത്തിക്കും എന്നാണ് വിവരം. എന്തായാലും നിരവധി പോലീസ് ഉദ്യോഗസ്ഥർക്കടക്കം യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടയിൽ അക്രമ സംഭവങ്ങൾക്കിടയിൽ പരിക്കേൽക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോലീസ് നടപടി കടുപ്പിക്കുമെന്ന് ഉറപ്പായിരുന്നു. പക്ഷേ ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ അറസ്റ്റ് ചെയ്യുന്ന തരത്തിലേക്ക് പോലീസിന്റെ നടപടികൾ കടക്കുമ്പോൾ പ്രതിപക്ഷം അത് കൃത്യമായ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റും. ഇപ്പോൾ തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധ പരിപാടികൾക്ക് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ, യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ തയ്യാറെടുക്കുന്നതായാണ് വിവരം. രഞ്ജിനി, ഇതിലിപ്പോൾ ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് അതിനെതിരെ ഉണ്ടായ യൂത്ത് കോൺഗ്രസിന്റെ KSUവിന്റെ കരിങ്കൊടി പ്രതിഷേധമടക്കം വലിയ ആക്രമണത്തിലേക്ക് പോയത് നമ്മൾ കണ്ടതാണ്. പ്രതിഷേധിച്ചവരെ ഡിവൈഎഫ്ഐയും പോലീസും ഒക്കെ തിരിച്ച് ആക്രമിക്കുന്നതും അത് വലിയ വിവാദമാകുന്നതും പ്രതിഷേധമാകുന്നതും നമ്മൾ കണ്ടതാണ്. അതിന്റെ ഭാഗമായി നടന്ന സെക്രട്ടേറിയറ്റ് മാർച്ചാണ്. ആ മാർച്ചിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ അറസ്റ്റിലായിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കാര്യങ്ങളുടെ ഗൗരവം കൂടുകയാണ്. സ്വാഭാവികമായും കോൺഗ്രസ് ഇത് രാഷ്ട്രീയ ആയുധമാക്കി മാറ്റും എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയില്ലേ ഇനി? ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, ഈ കേസിലെ ഒന്നാം പ്രതി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിനും MLA-മാരായ ഷാഫി പറമ്പലിനും എം. വിൻസെന്റിനുമെതിരെ സമാനമായ തരത്തിലുള്ള നീക്കം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ, അല്ലെങ്കിൽ അത്തരത്തിൽ അവരെ കാര്യങ്ങൾ ചോദിച്ചറിയാനായി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമോ, ഇതടക്കമുള്ള കാര്യങ്ങളാണ് ഇനി വ്യക്തമാകാനുള്ളത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരെ അന്വേഷണം എത്തിയിരിക്കുന്നു. രാഹുലിനെ വസതിയിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. സ്വാഭാവികമായും ആ കേസ് 3 കേസുകൾ പോലീസിനെ ആക്രമിച്ചതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ആ കേസിൽ പ്രതിപക്ഷ നേതാവ് അടക്കം പ്രതികളാകുന്നു എന്ന് പറയുമ്പോൾ പോലീസിന്റെ തുടർ നീക്കങ്ങൾ എന്താകും? രാഹുൽ മാങ്കൂട്ടത്തലിനെ കൊണ്ട് കേസ് അവസാനിപ്പിക്കുമോ, അതോ അതിനപ്പുറത്തേക്ക് MLA-മാരെ അടക്കം ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് പോലീസിന്റെ നടപടികൾ നീങ്ങുമോ എന്നതാണ് അറിയാനുള്ളത്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രതിപക്ഷം ഇത് സർക്കാരിനെതിരെ വലിയ രാഷ്ട്രീയ പ്രചാരണ ആയുധമാക്കി മാറ്റും. കാരണം തെരഞ്ഞെടുപ്പൊക്കെ അടുത്തു വരുന്ന സമയമാണ്. അതിനിടയിലാണ് പ്രതിപക്ഷത്തിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രധാന യുവജന സംഘടനയായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് സ്വാഭാവികമായി പ്രതികരണങ്ങൾ ഉണ്ടാകും. വൈകാതെ തന്നെ അത്തരത്തിൽ പ്രതിപക്ഷ നേതാവ് അടക്കം ഇതുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തന്നെയാണ് സാധ്യത. എന്തായാലും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ സ്വാഭാവികമായി നേരിടുന്ന തരത്തിലേക്ക് പ്രതിപക്ഷവും എത്തും. അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്ന് രാവിലെ മുതൽ ഉണ്ടായി തുടങ്ങിയിട്ടുമുണ്ട്. അതാണ് സാഹചര്യം.